നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് 5th ഹൗസിൻ്റെ ലോഡ്, 5ാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാൽ എന്തൊക്കെ ഫലമാണ് വരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 5ാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാൽ എന്തൊക്കെ ഫലമാണ് തരുന്നത് എന്നുള്ളത് നമ്മൾ തുടങ്ങി വെച്ചായിരുന്നു. അപ്പം അവിടുത്തെ കുട്ടികളും അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ടുള്ള ഇതും പിന്നെ കുഞ്ഞുങ്ങളവിടെ നിൽക്കുകയും അതുപോലെ തന്നെ ഈ ചീങ്കണ്ണിയൊക്കെ വരുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധ വിട്ടുപോയതുകൊണ്ട് ഈ 5ാം ഭാവാധിപൻ ആദ്യത്തെ കുറച്ച് ഭാവങ്ങളിൽ നിന്നാൽ 1, 2, 3 ഭാവങ്ങളിൽ നിന്നാലുള്ള ചലഞ്ചസ് ഒക്കെ ഞാൻ പറയാൻ വിട്ടുപോയി. അത് കുറച്ചേ ഉള്ളായിരുന്നു, ഒരു 9 മിനിറ്റ് ഉള്ളുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് തന്നെ തുടങ്ങാം. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. അതിൽ പറയാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അഞ്ചാം ഭാവം പൂർവപുണ്യ ഭാവമാണ്. 5ാം ഭാവം, 5ാം ഭാവാധിപന് വിവിധ ഭാവങ്ങളുമായിട്ട് ബന്ധം വന്നാൽ, പ്രത്യേകിച്ച് മറ്റുള്ള ഭാവങ്ങൾ ദശാനാഥനുമൊക്കെ 5ാം ഭാവത്തിൻ്റെയോ 9ാം ഭാവത്തിൻ്റെയോ ലഗ്നാധിപൻ്റെയോ ഒക്കെ ബന്ധം വന്നാൽ അതിൻ്റെ ഗുണാനുഭവങ്ങൾ അവർക്ക് വരും. ഒരാളുടെ 5ാം ഭാവം ഒരാളുടെ ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ ഒരാളുടെ റൊമാൻറ്റിക് ലൈഫ്, സെക്ഷൽ ലൈഫല്ല, റൊമാൻസിൻ്റെ നേച്ചർ. അതുകൊണ്ട് തന്നെ ഈ 5ാം ഭാവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരാളുടെ റൊമാൻറ്റിക് കൾച്ചർ അല്ലെങ്കിൽ അയാളുടെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി. അപ്പം ക്രിയേറ്റിവിറ്റി പഠിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ജാതകം കണ്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അതൊക്കെ ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ കിഡ്സ്, അടുത്ത തലമുറയെ മുന്നോട്ട് നയിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കുട്ടികളില്ലാതിരിക്കുകയും അതിനുശേഷം പരിഹാരം ചെയ്യുകയും അതിനുശേഷം കുട്ടികളെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന 10-15 വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരുടെ ആ ഒരു ലെഗസിയിൽ ഉള്ള തടസ്സങ്ങളെ, അവരുടെ മുന്നോട്ട് പോകണ്ട, അതായത് പൂർവികരുടെ അനുഗ്രഹങ്ങളാണ്, പാരമ്പര്യത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് പലപ്പോഴും അവരെ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ ആ അനുഗ്രഹം എവിടെയാണോ ബ്ലോക്ക് വന്നത്, ആ ബ്ലോക്ക് മാറ്റി ആ തലമുറകൾ മുന്നോട്ട് പോകേണ്ടത് പൂർവികരുടെ അനുഗ്രഹമാണ്. അപ്പോൾ ആ ഒരു എനർജി, ആ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നതിനെ മാറ്റി മുന്നോട്ട് പോകേണ്ടതും ഒക്കെ 5ാം ഭാവം കൊണ്ടാണ് ഒരു അസ്ട്രോളജർ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ സ്പെക്കുലേറ്റീവ് ഗെയിംസ്, ലേണിങ്, അതായത് പാഷനായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ചിലത് 5ാം ഭാവമാണ്. അതായത് മനസ്സിന് ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ സെൽഫ് എക്സ്പ്രഷൻ, ഇതൊക്കെ 5ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. 5ാം ഭാവത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൽ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് വല്ലാതെ കൂടും. അപ്പോൾ 5ാം ഭാവത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. 5ാം ഭാവം എന്തൊക്കെ സൂചനകളാണ് നൽകുന്നത് എന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് 5ാം ഭാവാധിപൻ 1ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലം, പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും നോക്കാം. അപ്പം 5th ഹൗസ് ലോഡ് ഇവിടെ 1st ഹൗസിൽ. സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും ഇവർ. നമ്മളിവരെ കാണുമ്പോൾ തന്നെ 5ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നവർ വളരെ അവരുടെ ഉള്ള് പുറമേ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവർ ഇടപെടും. അതുപോലെ തന്നെ ഇവരുടെ ക്രിയേറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവർ പബ്ലിക് ലൈഫിൽ പെട്ടെന്ന് ഷോക്കേസ് ചെയ്യപ്പെടും. ഇവരുടെ ഒരു കഴിവും എല്ലാം പെട്ടെന്ന് ഷോക്കേസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഇൻഡിവിജ്വലായിട്ട് ഇവർ നല്ല ചാമിങ് പേഴ്സണാലിറ്റീസ് ആയിരിക്കും, കാണാൻ നല്ല രസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ ചാമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇന്ന് കാണുന്ന സൗന്ദര്യമല്ല കേട്ടോ, സെലിബ്രിറ്റി സൗന്ദര്യമല്ല. ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഇവരിലേക്കൊരു ശ്രദ്ധ പോകും. നല്ല ഐശ്വര്യം ആയിരിക്കും എന്നാണ്, നമ്മുടെ കണ്ണൊന്ന് പോകും, എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ആ ഒരു ചൈതന്യത്തിലേക്ക് നമ്മുടെ ഒരു കണ്ണ് പോകും.
അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ ഒരു ക്യാരക്ടറിൽ ഇവരുടെ പേഴ്സണാലിറ്റിയെ തീരുമാനിക്കുന്നത് ഇവർ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ആൾക്കാരോട് ഇടപെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറി വളരെ ആ ഒരു സിറ്റുവേഷൻസിനെ വളരെ ക്രിയേറ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്നതിലൂടെയൊക്കെ ആയിരിക്കാം. റൊമാൻറ്റിക് ലൈഫ് എന്ന് പറയുന്നത് അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു കീ പാർട്ടായിരിക്കും. ഇത്രയൊക്കെയാണ് അഞ്ചാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ചലഞ്ചസ്. ഇവർക്കൊരു ടെൻഡൻസി ഉണ്ടാവും, അതായത് നെഗറ്റീവ് ആയാൽ ഇവർക്കൊരു ടെൻഡൻസി ഉണ്ടാകും. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവരുടെ മുമ്പേ പറഞ്ഞ പോസിറ്റീവ് കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ്, റൊമാൻറ്റിക് ലൈഫിലായാലും ശരി, സാഹചര്യങ്ങളിലായാലും ശരി, ഓവറായിട്ട് അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം. എന്നെ കൂടുതൽ ശ്രദ്ധിക്കണം, എനിക്ക് കയ്യടി കൂടുതൽ കിട്ടണം എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് അപ്പോൾ പറയും, ഇന്ന ആൾക്കാർ എൻ്റെ കൂടെ പഠിച്ചതാണ്, ഇന്ന ആൾക്കാർ ഇന്നതുപോലെ ചെയ്തതാണ്, പക്ഷെ അവരൊക്കെ രക്ഷപ്പെട്ടു, എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല, ഇതിനും മാത്രം മോശമാണോ എൻ്റെ ജാതകം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇവർ പ്രതീക്ഷിക്കും കൂടുതൽ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ തന്നെ ഈ കിട്ടാത്തതൊക്കെ വരുമ്പോൾ ഈഗോയും കോൺഫ്ലിക്റ്റും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ അഞ്ചാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ വേറൊരു രസമുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളൊരു അനുഭവം പറയാം. അതായത് ഇവരൊരു ഐഡിയ അങ്ങ് തീരുമാനിക്കും, ഞാനിത് ഇങ്ങനെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് കൂടുള്ളവർ പലരും പറയും ഇത് ഇന്നതുപോലെയാണ്, ഇന്നതുപോലെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ ചെയ്യത്തില്ല. പ്രാക്ടിക്കൽ ലൈഫ് ഞാനിത് തീരുമാനിച്ചു, അതുകൊണ്ട് എൻ്റെ ഐഡിയ ഇതാണ്, ഇതിങ്ങനെ ചെയ്യും. പക്ഷേ പലപ്പോഴും ഇത് പോസിറ്റീവായിട്ട് വരുന്നത്, മിക്കപ്പോഴും ഇത് ഈ ക്വാളിറ്റി ഉണ്ടാകും, പക്ഷേ അത് പോസിറ്റീവായിട്ട് വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള പ്ലാനറ്റാണ്. അഞ്ചാം ഭാവാധിപൻ നല്ല ബലവാനായിട്ട് ലഗ്നത്തിൽ നിന്നാലായിരിക്കും ആ ഗുണം വരുന്നത്. പക്ഷേ അഞ്ചാം ഭാവാധിപൻ മോശമായിട്ടാണ് ലഗ്നത്തിൽ നിൽക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു കൊണ്ടുവരും, തീരുമാനമെടുത്ത് പൊട്ടിപ്പൊളിഞ്ഞ് മോശമായി പോകും. അപ്പം ആ പ്ലാനറ്റ്സിൻ്റെ സ്വഭാവവും ഇതിനകത്ത് വരും. ഇപ്പോൾ അഞ്ചാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ അവരുടെ റൊമാൻറ്റിക് നേച്ചർ മെർക്കുറിയൻ സ്റ്റൈലാണോ, ഗുരുവിൻ്റെ ജൂപ്പിറ്റർ സ്റ്റൈലാണോ, സാറ്റേൺ സ്റ്റൈലാണോ, അതോ രാഹു സ്റ്റൈലാണോ, കേതു സ്റ്റൈലാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ വിലയിരുത്തണം. ഫസ്റ്റ് ഹൗസിൽ അഞ്ചാം ഭാവാധിപനുമായിട്ട് യോഗം ചെയ്തിരിക്കുന്ന ആരാണ് എന്നൊക്കെ വെച്ച് നമ്മൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നന്നായിട്ട് വിലയിരുത്തണം. മനസ്സിലാവുന്നുണ്ടോ? ഇനിയും ഫിഫ്ത്ത് ഹൗസ് ലോഡ് സെക്കൻഡ് ഹൗസിൽ നിന്നാൽ പ്രധാനമായിട്ടും ഫാമിലി, നമ്മളായിട്ടുണ്ടാക്കുന്ന ഫാമിലിയും അതുപോലെ തന്നെ ഫിനാൻസും, മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സേവിങ്സ് ആണ് ഇത് അഞ്ചാം ഭാവം. അതുപോലെ തന്നെ അഞ്ചാം ഭാവമാണ് വാക്സ്ഥാനം. ചിലവർ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ 3 അതുപോലെ തന്നെ ചിലവർ പറയുന്നത് 2ാം ഭാവമാണ് വാക്സ്ഥാനം. ഈ ധനഭാവമാണ് വാക്സ്ഥാനം, 3ാം ഭാവം കമ്മ്യൂണിക്കേഷൻ. പക്ഷെ വാഗൊണ്ട് ജീവിക്കുന്ന ചില അനുഭവങ്ങൾ വരും. കാരണം ചിലരുടെയൊക്കെ വോയിസൊക്കെ 2ാം ഭാവം കൊണ്ട് നന്നാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ 2ാം ഭാവത്തിനും 3ാം ഭാവത്തിനും ആചാര്യന്മാരുടെ ഇടയിൽ തന്നെ 2 അഭിപ്രായമുണ്ട്. എൻ്റെ ജാതകത്തിൽ 3ാം ഭാവത്തിനേക്കാളും കൂടുതൽ 2ാം ഭാവമാണ് ബലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആവാം എനിക്ക് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുന്നുണ്ട്. പക്ഷേ 3ാം ഭാവത്തിൻ്റെ പല കാര്യങ്ങൾ, റൈറ്റിംഗ് 3ാം ഭാവമാണ്, കമ്മ്യൂണിക്കേഷനിൽ തന്നെ റൈറ്റിംഗ് 3ാം ഭാവമാണ്. എനിക്ക് എഴുതാൻ ഭയങ്കര മടിയാണ്, എന്നാൽ പല കാര്യങ്ങളും എഴുതി പകുതിയാക്കി ഇടുകയും ചെയ്യും. അപ്പോൾ അത് എൻ്റെ ജാതകത്തിൽ ആ പകുതി ആക്കേണ്ട, അല്ലെങ്കിൽ ആ എഴുത്തിന് പ്രശ്നം വരേണ്ട യോഗങ്ങളുണ്ട്. എന്നാൽ 2ാം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഭാവത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കാനും ക്ലാസ് എടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ അത്യാവശ്യം എനിക്ക് താല്പര്യവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2ാം ഭാവം വാക്സ്ഥാനവും കൂടിയാണ് എന്നുള്ളതും കൂടെ ആലോചിക്കുക. അപ്പം 5ാം ഭാവാധിപൻ 2ൽ നിന്നാൽ എന്തായിരിക്കും ഫലം? ധനഭാവമല്ലേ. അപ്പം 5ാം ഭാവാധിപൻ 2ൽ നിൽക്കുമ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള വഴിയിലൂടെ ധനം ഉണ്ടാക്കും, ക്രിയേറ്റീവായിട്ടുള്ള ജോലികളിലൂടെ ധനം ഉണ്ടാക്കും. ഈ ആർട്ടിസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ്, ഞാൻ എപ്പോഴും അത് പറയുന്ന ഒരു ഗ്യാംബ്ലിങ്ങോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പർപ്പസ് പോലെയാണെന്ന് പറയാം. ഗ്യാംബ്ലിങ് പോലെ അതിനെ കാണാം, അതിനൊരു ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലും കാണാം. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ സംഗീതവും പാട്ടും അത് ഇതെന്നൊക്കെ പ്രൊഫഷണലായിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നവർ. ഈ 5ാം ഭാവാധിപൻ 2ാം ഭാവത്തിൽ നിൽക്കുമ്പം ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടാകും അവരവരുടെ ഫാമിലിയോടും
അവരൊരുണ്ടാക്കുന്ന കുടുംബത്തിലെ അവിടെ പടങ്ങൾ വെക്കുന്നതും അവിടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കലാവാസനകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നതും അത് വായിക്കാൻ പഠിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊക്കെ ഭയങ്കര താല്പര്യം. അങ്ങനെ ചെയ്യുന്നവരോടും ഭയങ്കര സ്നേഹമായിരിക്കും. കുടുംബത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് അടുത്ത തലമുറ, അവർ കഴിഞ്ഞു വരുന്ന തലമുറയൊക്കെ വരികയാണെങ്കിൽ നന്നായിട്ട് സമ്പത്തൊക്കെ മുടക്കി അവരെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഈ 5-ാം ഭാവാധിപൻ 2-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട്ടുകാരൊക്കെ ആവും, അതുപോലെ തന്നെ ഈ സംസാരിക്കുന്നവരാവും, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്കില്ല്, സംസാരം കൊണ്ട് ജീവിക്കുന്ന കഴിവുകളുണ്ടാവും. ചിലവർക്ക് 5-ാം ഭാവാധിപൻ 3-ൽ നിന്നാലും അതുണ്ടാവും കേട്ടോ. കല, അഭിനയം, അല്ല 3-ാം ഭാവാധിപൻ 5-ൽ നിന്നാൽ അഭിനയം, ഇതൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. വളരെ ടാലൻറ്റഡ് ആയിരിക്കും, നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് 2-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലെല്ലാം ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും. ക്രിയേറ്റിവിറ്റി, പ്രജ്ഞ, മേധ ഒക്കെയാണ്. അപ്പോൾ അത് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. വിവേകശക്തിയും ഒരു ക്രിയേറ്റീവ് പേർപ്പസ്, കുഞ്ഞുങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കുടുംബം, തൻ്റെ കുടുംബം, തൻ്റെ മക്കൾ, അവർക്ക് വേണ്ടിയൊക്കെ സമ്പത്തൊക്കെ ഉണ്ടാക്കി വെക്കും, അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം നല്ലൊരു യോഗമാണ് ബലവാനായിട്ട് നിന്നാൽ. ഇനി ചലഞ്ചസ് നോക്കാം. മോശമായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കാം. 5-ാം ഭാവാധിപൻ 2-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തികൾക്കും അനുസരിച്ച് കണ്ടമാനം ലോസുകളുണ്ടാവും. നമ്മുടെ ജീവിത രീതികൾക്കനുസരിച്ച് സാമ്പത്തികമായിട്ട് ഒരുപാട് തകർച്ചകൾ, വീഴ്ചകളുണ്ടാവും. സേവിങ്സ് എല്ലാം പോവും, സ്കാമിലൊക്കെ പെട്ട് സേവിങ്സ് എല്ലാം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസും നമ്മുടെ കഴിവുകളും കൊണ്ട് സോളിഡായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയാതെ പോകും 5-ാം ഭാവാധിപൻ 2-ൽ നിന്ന് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം, 5-ാം ഭാവാധിപൻ 2-ൽ നിൽക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ എക്സ്പെക്റ്റേഷനോടൊപ്പം അവരവരുടെ ലൈഫിൻ്റെ പാഷനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടും, ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും, നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. ഇത് രണ്ടും കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് 2-ാം ഭാവത്തിൽ നിന്നാൽ. ഇനി അടുത്ത് 5-ാം ഭാവാധിപൻ 3-ൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. 5-ാം ഭാവാധിപൻ 3-ൽ നിന്നാൽ കമ്മ്യൂണിക്കേഷൻ, ഞാൻ മുമ്പ് പറഞ്ഞു 3-ാം ഭാവം എഴുത്തും വായനയൊക്കെയാണ്, റൈറ്റിംഗ് സ്കിൽസാണ്, സിബ്ലിങ്സാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളാണ്, ചെറിയ 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 യാത്രകളാണ്, ധൈര്യമാണ്, കോൺഫിഡൻസാണ്, വീര്യമാണ്, ദുർബുദ്ധികളാണ് ഒക്കെയാണ്. ഈ 3-ാം ഭാവത്തിന് പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തുടക്ക ഭാവമാണ്, എക്സ്പ്രഷനാണ്, ബാഹ്യമായ എക്സ്പ്രഷനാണ്. ആന്തരിക എക്സ്പ്രഷൻ 9ആണ്. അതേപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള, അതായത് ആന്തരികമായിട്ടുള്ള എക്സ്പ്ലോറിങ്, അതായത് ഒരു തീർത്ഥാടനം, തീർത്ഥയാത്ര, ഇതൊക്കെ 9ഉം. ചെറിയ ട്രിപ്പും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളും, കുഞ്ഞു കുഞ്ഞു ട്രിപ്പ്, നമ്മളിപ്പോൾ ഒന്ന് മാളിൽ പോവുക, കുട്ടികളുമായിട്ടൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോവുക, അല്ലെ ഫ്രണ്ട്സുമായിട്ടൊന്ന് പുറത്തേക്ക് പോവുക, നമ്മളൊന്ന് ഹാപ്പി ആയിട്ടൊന്ന് കറങ്ങിയടിച്ച് വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കറങ്ങിയടിച്ച് തിരിച്ചു വരിക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ 3-ാം ഭാവം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് എനിക്ക് ചെറുകിട യാത്രകളൊന്നും പറ്റത്തില്ല. എൻ്റെ 9-ാം ഭാവാധിപൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട്, അതിന് വ്യാഴവുമായിട്ടൊരു ബന്ധമുള്ളതുകൊണ്ട് എനിക്ക് ദൂരയാത്ര വല്ലാണ്ട് പറ്റും. ഒരുപാട് ദൂരയാത്രകൾ ഞാൻ ചെയ്യും. പക്ഷേ ചെറുകിട യാത്രകളെന്ന് പറയുന്നത് വളരെ കുറവ്. പക്ഷേ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങളോളം നീളുന്ന യാത്രകളായിരിക്കും. അപ്പോൾ അത് 9ആണ്. അത് ഇൻറ്റേണലായിട്ടുള്ള ഒരു വെറുതെ ഒരു ലക്ഷ ട്രിപ്പല്ല. ലക്ഷ ട്രിപ്പ് 3ഉം തീർത്ഥാടനമല്ല, ദീർഘമായ യാത്രകൾ, അത് എക്സ്പ്ലോറിങ്ങുമാണ്, അത് ഇൻറ്റേണലാണ്, അത് 9ഉമാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ ഒരാൾ ക്രിയേറ്റീവ് ആവണോ അല്ലെങ്കിൽ ഒരാൾ ക്രിമിനൽ ആവണോ എന്ന് തീരുമാനിക്കുന്ന 3-ാം ഭാവമാണ്. ദുർബുദ്ധി, പരാക്രമം, ഇതൊക്കെ 3-ാം ഭാവമാണ്. അപ്പോൾ 5-ാം ഭാവാധിപൻ 3-ൽ നിന്നാലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻ്റലക്ച്വൽ പെർസ്യൂട്ട്സ്, പോസിറ്റീവായിട്ട് വേറൊരു കാര്യം റൈറ്റിംഗ് സ്കിൽസ്, സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതാനും, ഇന്നത്തെ കാലത്ത് പറയാമല്ലോ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എഴുതാനും, വ്ളോഗുകൾ എഴുതാനും ഒക്കെ സഹായിക്കുന്ന, അല്ല അതിനുള്ളൊരു കഴിവൊക്കെ ഉള്ളത് ഇവർക്കാണ്. 3-ാം ഭാവത്തിൻ്റെ ബലം ആർട്ടിസ്റ്റാണ്. 5-ാം ഭാവാധിപൻ 3-ൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവരെന്താണോ ഉള്ളിലുള്ളത് അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടും മുഖം കൊണ്ടും രീതി കൊണ്ടും പറ്റും. അതുപോലെ തന്നെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ, പഠിപ്പിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ,
മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യാൻ. ഈ ബുധനും മൂന്നാം ഭാവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരോട് ഭയങ്കര പ്ലീസിങ് ആയിട്ടൊക്കെ ഇടപെടാനും ഒക്കെ കഴിവുണ്ടാവും. ബുധന് തമാശകൾ പറയും. ഓക്കെ, ഉള്ളിൽ നെരിപ്പോടടിച്ചിരുന്നാലും നന്നായിട്ട് മറ്റുള്ളവരെ സഹായിക്കുക, ഇപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ കഥ പറയാനും ഒക്കെ അവർക്ക് നല്ല കഴിവായിരിക്കും. അതുപോലെ തന്നെ ഈ സഹോദരങ്ങളുമായിട്ടുള്ള അടുപ്പം, അഞ്ചാം ഭാവാധിപൻ 3-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സഹോദരങ്ങളോ സഹോദര തുല്യരായിട്ടുള്ളവരോ ഇളയവർ ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും കൂടെ കൂടുകയും, വീട്ടിൽ നിന്നായിരിക്കും പലപ്പോഴും സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് വരുന്നത്. അപ്പോൾ പക്ഷേ അങ്ങനെ എതിർപ്പൊന്നും വരാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സഹോദരങ്ങൾ. അപ്പോൾ ഇവരുടെ ക്രിയേറ്റീവ് വെഞ്ചേഴ്സ് പലരും പിന്നീട് സഹോദരങ്ങളുമായിട്ട് ചേർന്നും സഹോദരങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഇവരുടെ കാര്യങ്ങൾ പലതും ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ ഇവരെല്ലാവരും ഒരുമിച്ച് ബിസിനസ്സുകളായിരിക്കും ചെയ്യുന്നത്. ഇപ്പം ഇളയ സഹോദരങ്ങളുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ ഇളയ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടുകൂടി ബിസിനസ്സുകളൊക്കെ തുടങ്ങി കൊടുക്കുന്ന ചേട്ടന്മാരുടെയൊക്കെ ജാതകങ്ങൾ നോക്കിയാൽ, അല്ലെങ്കിൽ അവരുടെ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത ചേട്ടന്മാരുടെയോ ചേച്ചിമാരുടെയോ ഒക്കെ ജാതകങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ കിട്ടിയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൂന്നാം ഭാവത്തിന് അഞ്ചാം ഭാവവുമായിട്ടൊരു ബന്ധം, അഞ്ചാം ഭാവാധിപൻ 3-ൽ നിൽക്കുമ്പോൾ അങ്ങനൊരു ബന്ധം ഉണ്ടാവും. ചേട്ടൻ്റെ അവരുടെ ജാതകം നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ജാതകം എടുത്ത് നോക്കിയാൽ ആ ഒരു ഗുണം ഇത് കാണാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ആ 5-3-ൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. പൊതുവെ ആർട്ടിസ്റ്റാണ്, അഭിനയിക്കാൻ കഴിവുള്ളവരാണ്, പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്, വേഷം പകർന്നാടാൻ, അതായത് ആ ഒരു കഥാപാത്രത്തെ പകർന്നാടാൻ ഉള്ളൊരു കഴിവ് ഇവർക്ക് ഉണ്ടാവും. ആർട്ടിസ്റ്റൊക്കെ ആവുകയും ചെയ്യും. അപ്പം ഇതൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓവർ തിങ്കിങ് ആണ് മെയിൻ പ്രശ്നം. ഓവറായിട്ട് ചിന്തിച്ച് കുട്ടികളെ ഇല്ലാത്തതൊക്കെ ചിന്തിച്ച് വേറെ തലത്തിലൊക്കെ എത്തിച്ച് കളയും. അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് ഡെപ്ത്ത് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡെപ്ത്ത്. ഈ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡാണ് മൂന്നാം ഭാവം. ഈ അഞ്ചാം ഭാവം ആദ്യം 3-ൽ നിൽക്കുമ്പോൾ തന്നെ ചലഞ്ചാണെങ്കിൽ, അത് ചേരാതാണ് നിൽക്കുന്നതെങ്കിൽ ഉപബോധ മനസ്സും നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ബാഹ്യമായ രീതികളും തമ്മിൽ ചേരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? കടുത്ത കോൺഫ്ലിക്റ്റുകളായിരിക്കും എല്ലാ കാര്യത്തിനും. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി വേറെ തലത്തിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിക്കാൻ നോക്കും. ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് എന്തിനറിയോ? പഠിക്കാൻ വേണ്ടിയാട്ടോ. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശ്ലോകങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രശ്നം വളരെ വിശദമായിട്ട് പഠിക്കാം. ഈ ജാതകം ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വിശദമായിട്ട് പഠിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് കമൻ്റൊക്കെ കണ്ടായിരുന്നു, പാരമ്പര്യ ജ്യോതിഷത്തെ ആധികാരികമായി പഠിച്ച അങ്ങ് എന്തുകൊണ്ടാണ് പാരമ്പര്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വിചാരിച്ചു, ഇതെൻ്റെ പഠനങ്ങളും അന്വേഷണങ്ങളുമാണ്. എനിക്ക് ജ്യോതിഷത്തെ എപ്പോഴും അങ്ങനെ കാണാനാണ് ഇഷ്ടം. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാത്തതെല്ലാം സെക്കൻഡ് ഓർഡർ നോളജുകളാണ്. അത് വേറെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് മാത്രം. ഈ കിട്ടുന്ന അറിവുകളെ നമ്മൾ പഠിച്ച് നമ്മളത് പരീക്ഷിച്ച് നോക്കി നമുക്ക് അനുഭവം വരുമ്പോഴാണ് നമ്മുടെ അനുഭവമായി മാറുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അനുഭവമായിട്ട് വന്നിട്ടുള്ള ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. കാരണം ഉപയോഗിച്ച് നോക്കുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ ഹൊറോസ്കോപ്പ് എടുത്തൊക്കെ എല്ലാ ആൾക്കാരെയും നിരീക്ഷിക്കുക. എല്ലാവരും ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ ഭാവവും കാരകനും ഗ്രഹങ്ങളുമായിട്ട് അതിൻ്റെ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ആയിട്ട് എന്ത് പറഞ്ഞാലും, എന്ത് ആൾക്കാരെ കണ്ടാലും, എന്ത് സാഹചര്യം വന്നാലും ഇത് ഏത് ഗ്രഹമാണ്, ഏത് ഭാവമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ. ധനം എന്ന് പറയുമ്പോൾ തന്നെ 2-ാം ഭാവം, നഷ്ടം എന്ന് പറയുമ്പോൾ 12, ദാരിദ്ര്യമാണ് കടപാടി എന്ന് പറയുമ്പോഴത്തേക്ക് 6, ഭാര്യയായിട്ട് എന്നും പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ശുക്രൻ എന്തോ പ്രശ്നം കാണുമല്ലോ, 7-ാം ഭാവത്തിന് എന്തെങ്കിലും വിഷയമാണല്ലോ, അല്ലെ ഭർത്താവുമായിട്ട് എന്ത് വിഷയമാണ്, ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയുമില്ല. അപ്പം നോക്കണം ആ ഇൻസെക്യൂരിറ്റി എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എന്ത് കണ്ടാലും ഗ്രഹവും ഭാവവും കാരകനുമായിട്ട് അതിൻ്റെ കോമ്പിനേഷനായിട്ട് വേണം ചിന്തിക്കാൻ. അത് എത്രത്തോളം നമുക്ക് മനസ്സിലാവുന്നു അതിനനുസരിച്ച് ജ്യോതിഷം പെട്ടെന്ന് പഠിക്കാം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. അത്രയും വേണം. അപ്പം നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. നമ്മൾ അറിയാതെ കമ്മ്യൂണിക്കേഷൻ മോശമായി പോകും. നമ്മൾ ചിന്തിക്കുന്നതായിരിക്കത്തില്ല പറയുന്നതായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ അത് നിമിത്തമുള്ള ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊരു ലാക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഷോർട്ട് ടൈം പ്രൊജക്റ്റുകളായിരിക്കും. ചെറുകിട യാത്രകൾക്ക് പോയിട്ട് ലാസ്റ്റ് മഴക്കായിട്ട്
തിരിച്ചു വരും. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെയാണ് 5-ാം ഭാവാധിപൻ 3-ൽ നിന്നാൽ. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൽ പറയാത്തതായിട്ടുള്ള ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കുക. അതുകൂടെ ഞാൻ താഴെ പിൻ ചെയ്തേക്കാം, കഴിഞ്ഞ വീഡിയോയിലുള്ളത്. ഇനി അടുത്തത് നമുക്ക് 5-ാം ഭാവാധിപൻ 4-ൽ നിന്നാലുള്ള ഗുണങ്ങളും. 5-ാം ഭാവാധിപൻ 4-ൽ നിന്നാൽ കുറേ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ദോഷമുണ്ട്. ദോഷം പ്രത്യേകിച്ച് സന്താന വിഷയത്തിലും പ്രണയ വിഷയത്തിലുമാണ്. അത് ഞാനൊന്ന് പറയാം. 5-ാം ഭാവാധിപൻ 4-ൽ. 4 പറയുന്നത് വീടാണ്, അല്ലേ? വീടാണ്, നമ്മുടെ ഇമോഷണൽ ഫൗണ്ടേഷനാണ്. ഇമോഷൻസിൻ്റെ മാത്രമല്ല, പലതിൻ്റെയും ഫൗണ്ടേഷൻസാണ് 4-ാം ഭാവം. അമ്മയാണ്, അമ്മയെക്കൊണ്ട് ചിന്തിക്കുന്ന പരദേവതയെ ചിന്തിക്കുന്ന ഭാവമാണ്. നമ്മുടെ ഇമോഷൻസാണ്, നമ്മുടെ സുഖഭാവമാണ്. സുഖം എന്ന് പറയുന്നത് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനല്ലേ, സ്വസ്ഥതയല്ലേ. അപ്പം 5-ാം ഭാവാധിപൻ 4-ൽ നിന്നാൽ എന്താ ഫലം? സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാകും ഫാമിലിയോട്, അതുപോലെ വീടിനോട്, കുടുംബത്തിനോട്, പരദേവതയോട്. 5 പൂർവ്വപുണ്യമല്ലേ, അപ്പം പൂർവികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനോടൊക്കെ താല്പര്യമുണ്ടാവും, അതിനോടൊക്കെ ഒരു ഇഷ്ടമുണ്ടാവും, അതിനോടൊക്കെ ഒരു സ്നേഹമുണ്ടാവും, ഒരു അടുപ്പം ഉണ്ടാവും. മൊത്തത്തിൽ 5-ാം ഭാവം 4 എന്ന് പറയുമ്പോൾ ആ ഒരു ഹോം ലൈഫ്, ആ ഒരു ഇതിനോട്, ഇമോഷൻസിനോടൊക്കെ ഒരു അടുപ്പം, വീടിനോടുള്ള അടുപ്പത്തിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കഴിവുകൾ, ഉള്ളിലുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് വീട് വെക്കാനും വീടിൻ്റെ രീതികളൊക്കെ ആക്കാനും ഒക്കെ പറ്റും. അതിനോടൊക്കെ താല്പര്യം. എനിക്ക് വണ്ടി, വാഹനങ്ങൾ, ഇതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനും, അത് ഡിസൈൻ ചെയ്യാനും, അതിന് പെയിൻറ്റ് ചെയ്യിക്കുന്നതും കളർ ചെയ്യിക്കുന്നതും, അതിനകം പരിപാടികൾ ചെയ്യുന്നതും ഒക്കെ, ഒരു വണ്ടിയൊക്കെ ആഗ്രഹിച്ച് മേടിച്ച് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടേക്കുന്നതാണ് ഒരു രസം. ഒരു രസം, അവരുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്, ഒരു സുഖമാണ്. അതുപോലെ 5-ാം ഭാവാധിപൻ 4-ൽ നിന്ന് കഴിഞ്ഞാൽ സുഖഭാവമായതുകൊണ്ട് തന്നെ റൊമാൻറ്റിക് സിറ്റുവേഷൻസ് ഇവർ ബോധപൂർവം ഉണ്ടാക്കും. പ്രണയത്തിലൊക്കെ പെട്ടാൽ അവർ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻസൊക്കെ ബോധപൂർവം ഉണ്ടാക്കുകയും പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു നർച്ചറിങ് എൻവയോൺമെൻറ്റ് ഇവർ ക്രിയേറ്റ് ചെയ്യുകയും അതിനൊക്കെ ഇഷ്ടപ്പെടുകയും അതൊക്കെ ആഗ്രഹിക്കുകയും അതൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോകണമെന്ന് ഇഷ്ടപ്പെടുക, ഉള്ളുകൊണ്ട് അതിനെയൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പോസിറ്റീവ് ആയാലാണ് കേട്ടോ ഒരാഗ്രഹം. 5-ാം ഭാവാധിപൻ 4-ൽ നിന്നാൽ പോസിറ്റീവുള്ള ഗുണങ്ങളായി പറയുന്നത്. അതുപോലെ തന്നെ ഫാമിലിയോടും ഫാമിലി മെമ്പേഴ്സിനോടും അമ്മയോടും ഒക്കെ ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രണയിക്കുന്നവരോട് അല്ലെങ്കിൽ പ്രണയിച്ചവരോട്, ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചവരോടൊരു ഡീപ്പ് കണക്ഷൻ ഉണ്ടാവും. വളരെ സ്നേഹം ഉണ്ടാവും അവർക്ക്. ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ക്രിയേറ്റിവിറ്റിയോട് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അത് വേണം, ഒരു പരിധി വരെയൊക്കെ അവരവരുടെ ക്രിയേറ്റിവിറ്റികളോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവണം. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു, അത് കഴിഞ്ഞാൽ കഴിഞ്ഞുല്ലോ. അപ്പോൾ അത് അങ്ങനെ അങ്ങ് വിട്ടേക്കുക എന്നുള്ളതാണ്. പക്ഷേ ചില ആൾക്കാർ അതിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നിരുന്ന് അത് ലാസ്റ്റ് ഒരു ദുഃഖത്തിന് കാരണമായി പോകുന്നതും കണ്ടിട്ടുണ്ട്. 2-ാമത്തെ വീടിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും, അമ്മയോടുമൊക്കെ. പക്ഷേ തിരിച്ച് നല്ല പണി വീട്ടിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഭയങ്കര ദുഃഖമൊക്കെ ആവും. 5-ാം ഭാവാധിപനെ കുജനാണ് 4-ൽ നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നാൽ ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അറ്റാച്ച്മെൻറ്റുകളെ നിമിത്തം, അറ്റാച്ച്മെൻറ്റ് വേണം, സ്നേഹം വന്നാൽ സ്വാഭാവികമായിട്ടും കുറച്ച് അറ്റാച്ച്മെൻ്റൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പറയുന്നുണ്ട് അറ്റാച്ച്മെൻറ്റ് പാടില്ല, സ്നേഹിക്കുക അങ്ങനെ വരും, ഒരു ലെവൽ എത്തുന്നിടം വരെ അങ്ങനെ വരും. യോഗ്യമൊന്നും അല്ലല്ലോ എല്ലാവരും, അത് സാധാരണ മനുഷ്യരാണ്. അപ്പം അതിനങ്ങ് ഒരുപാട് പറഞ്ഞ് അങ്ങനെ സാധാരണ മനുഷ്യന് അവരവരുടെ തലമുണ്ട്. ആ തലം അസാധാരണമായ തലത്തിലേക്ക് എത്തുമ്പോൾ നാച്ചുറലി അറ്റാച്ച്മെൻറ്റ്സിൽ നിന്ന് മാറും. അപ്പം അറ്റാച്ച്മെൻ്റ് അവർക്ക് ഉണ്ടാവില്ല. ആ സമയത്ത് ഇതിനോട് മാത്രമല്ല, ഒന്നിനോടും ഉണ്ടാവില്ല, ഈ പ്രണയത്തിനോട് മാത്രമല്ല. അപ്പം എല്ലാത്തിനോടും ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വിത്ത് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവണമെങ്കിൽ കുറേ കാലത്തെ സാധനയും കുറേ കാലത്തെ ജീവിതാനുഭവങ്ങളും പല പല വഴികളിലൂടെ പോകുമ്പോഴാണ് ആ സോളിൻ്റെ പെർസെപ്ഷൻസ്, കാഴ്ചപ്പാടുകൾ മാറുന്നത്. എക്സ്പീരിയൻസിലൂടെയാണ്.
ആ കർമ്മം ക്ഷയിക്കുമ്പോഴാണ് ആ പ്യൂരിറ്റി വരുന്നത്. പ്യൂരിറ്റിയിലൂടെയാണ് ഒരു തലത്തിലേക്ക് എത്തുന്നത്. സാധാരണ ഒരു തലം എന്ന് പറയുന്നത് നല്ലൊരു സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യരായിട്ട് ജീവിക്കും. സ്വാഭാവികമായിട്ടും സ്നേഹിക്കുന്ന ആളിനോടൊരു അറ്റാച്ച്മെൻ്റൊക്കെ വരും. ഇല്ലെങ്കിൽ എന്താണ് പ്രണയവേദനയായിരിക്കും പലപ്പോഴും. അപ്പോൾ ആ വേദനയ്ക്ക് അഞ്ചാം ഭാവാധിപൻ 4 നിന്നാൽ പലപ്പോഴും വേദനയ്ക്ക് കാരണമാവും. ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും നിങ്ങൾ അവരോട്, ഭയങ്കര സ്നേഹമായിരിക്കും നിങ്ങൾക്ക് അവരോട്. പക്ഷേ 5ൻ്റെ 12ാം ഭാവമാണ് 4ാം ഭാവം. ചതിക്കപ്പെടാനോ നഷ്ടപ്പെട്ടു പോവാനോ ഉള്ള സാധ്യതയുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, കുഞ്ഞുങ്ങളെ വളരെ സ്നേഹിച്ച് കഷ്ടപ്പെട്ട് വളർത്തുന്ന കുട്ടികളിൽ നിന്നുമൊക്കെ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ജീവിതത്തിൽ വരുന്നതും കണ്ടുണ്ട്. ഇന്ന് ഞാൻ രാവിലെ നോക്കിയ ഇന്നത്തെ എൻ്റെ കൺസൾട്ടേഷനുകളിൽ ഒരാൾക്ക്, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ആളെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒരു നാട്ടിലൊരു ഏറ്റവും നല്ല ടീച്ചറിനുള്ള അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ, നമ്മൾ കേരളത്തിലല്ല വേറൊരു സംസ്ഥാനത്തിൽ ടീച്ചറിന് അവാർഡ് കിട്ടിയ, പക്ഷേ അവരുടെ ഭാവം ചിന്തിക്കുമ്പോൾ 5th ഹൗസ് ലോർഡ് 4th ഹൗസിലാണ്. ആ 4th ഹൗസിൽ നിൽക്കുന്ന ആ ഗ്രഹത്തിന് റെട്രോഗ്രേഡുമാണ്. അവിടെയാണ് റെട്രോഗ്രേഡും പാപബന്ധങ്ങളും ഒക്കെയുണ്ട് നവാംശ രാശിയിലും. പിന്നൊരു വലിയ കാര്യം എന്ന് പറയുന്നത് 5ാം ഭാവാധിപൻ നീചനാവുകയോ, കേട്ടോണം, 5ാം ഭാവാധിപൻ നീചനാവുകയോ അല്ല 5ാം ഭാവാധിപൻ പോയി നിൽക്കുന്ന നക്ഷത്രാധിപൻ നീചനാവുകയോ, അല്ലെങ്കിൽ 5ാം ഭാവത്തിൻ്റെ കാരകൻ നീചനാവുകയോ, വ്യാഴം അല്ലെങ്കിൽ വ്യാഴം നിൽക്കുന്ന നക്ഷത്രാധിപൻ നീചനാവുകയോ, ഇല്ലെങ്കിൽ ശുക്രൻ നീചനാവുകയോ, ശുക്രൻ നിൽക്കുന്ന നക്ഷത്രാധിപൻ നീചനാവുകയോ ചെയ്താൽ, ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ തന്നെ റൊമാൻറ്റിക് ലൈഫിൽ ഒരു നല്ല പണി കിട്ടും. ശുക്രൻ നീചനായവർക്ക്, അല്ലെങ്കിൽ ശുക്രൻ നിൽക്കുന്ന നക്ഷത്രാധിപൻ നീചനായവർക്ക്, 5ാം ഭാവാധിപനായിരിക്കുന്ന ശുക്രൻ, പ്രത്യേകിച്ച് മകരൻ രാശിക്ക് 5ാം ഭാവാധിപൻ നീചനായാൽ, കാരണം എന്താ, മകരൻ രാശിക്ക് 5ാം ഭാവത്തിൻ്റെ കാരകൻ ലഗ്നത്തിൽ നീചനാവുകയും 5ാം ഭാവാധിപനായിരിക്കുന്ന ശുക്രൻ 9ൽ നീചനാവുകയാണ് ചെയ്യുന്നത്. കാരണം 5ഉം 9ഉം നീചനാവുന്നത് ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5ാം ഭാവത്തിൻ്റെ കാരകൻ ആരാ? വ്യാഴം നീചനാവുന്ന ഇവിടെ മകരത്തിൻ്റെ ലഗ്നത്തിലാണ്. 5ാം ഭാവത്തിൻ്റെ ലോഡ് ആരാ? അത് ശുക്രനാണ്. അത് 9ലാണ് നീചനാവുന്നത്. അതുകൊണ്ട് തന്നെ മകരൻ രാശിയുടെ വീഡിയോസ് ഞാൻ പറഞ്ഞ സമയത്ത്, മകരൻ രാശി ലഗ്നമായിട്ടുള്ളവർക്ക്, കേട്ടോ, കൂറല്ല, മകരൻ രാശി ലഗ്നമായിട്ടുള്ളവരുടെ വീഡിയോ ഞാൻ പറഞ്ഞ സമയത്ത് ഞാനിത് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻറ്റ് വന്നിരുന്നു, അങ്ങേ ആരെങ്കിലും ഇതിങ്ങനെ പറ്റിച്ചോ ഒന്നുമില്ല. എൻ്റെ അനുഭവമല്ല, ഞാൻ ഒരുപാട് പേരുടെ കേൾക്കുന്ന ആളല്ലേ. അപ്പോൾ ഇത് നോക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ആ രാശിക്കാർ, പണി മേടിച്ച് വരുന്ന ആൾക്കാർക്ക്, അവർക്ക് പറയാൻ വരുന്നവർ ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ട് ചതിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിൽ അവർ വരുമ്പോൾ എന്ന് പറഞ്ഞൊരു വല്ലാത്ത വിറയിലായിരിക്കും. നമുക്ക് അവർ സംസാരിക്കുമ്പോൾ തന്നെ ആ ഫീല് നമുക്ക് ശരിക്കും മനസ്സിലാവും. കൺസൾട്ടേഷൻ ഇരിക്കും, നമ്മളൊന്നും പറഞ്ഞാൽ അവർക്ക് ആ സമയത്ത് കയറത്തില്ല, കേട്ടോണ്ടിരിക്കാനേ പറ്റും. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനപ്പോൾ ചോദിക്കും പാർട്ട്ണറിൻ്റെ ഹോറോസ്കോപ്പ്, അപ്പോൾ ഇനി എന്തിനു തന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയും. ചിലവരാണെങ്കിൽ അതെടുത്ത് തരുമ്പോൾ ഇട്ട് നോക്കുമ്പോൾ മിക്കയിടത്തും ഈ പറഞ്ഞ 5ാം ഭാവത്തിന് ഈ ഒരു നീചത്വമോ മകരൻ രാശിയോ ഒക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പലരുടെയും പിന്നീട് ഈ ഹൊറോസ്കോപ്പും മാച്ചിങ്ങിനൊക്കെ ആരുടെയെങ്കിലും മകരൻ രാശി വന്നാൽ പോലും ഒരു ചെറിയൊരു ഭയമാണ്. മകരൻ രാശി ലഗ്നമായി വരികയും അതിനോടൊപ്പം തൃക്കേട്ട, മൂലം എന്നീ നക്ഷത്രങ്ങൾ വരിക, അതുപോലെ തന്നെ മകരൻ രാശി ലഗ്നമായിട്ടൊരു 5ൽ കുജനും രവിയും കൂടെ നിൽക്കുക, അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ്. 5ാം ഭാവാധിപൻ നീചനാവുക, 3ൽ രാഹു വരിക, 7ൽ ബുധൻ വരിക, അല്ലെങ്കിൽ ലഗ്നത്തിൽ ബുധൻ വരിക, ഇങ്ങനെയൊക്കെ വരുമ്പം നിന്നിട്ട് ശുഭഗ്രഹങ്ങളെല്ലാം 6, 8, 12 അവിടെ ഇവിടെയൊക്കെ പോയി നീചനായിട്ടൊക്കെ നിന്ന് വ്യാഴം 2ൽ പോവുക, 2, 6, 8, 12 പോവുക, ഇങ്ങനെയൊക്കെ വരുന്ന പല ജാതകങ്ങളിലും എനിക്ക് സെയിം അനുഭവങ്ങൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ 10-20,000-ഓളം ഹൊറോസ്കോപ്പ് ഞാൻ ചെക്ക് ചെയ്തതാണ്. അപ്പം അതിൽ പലരും പറഞ്ഞിട്ടുള്ളതിൽ ഇങ്ങനെ നമ്മൾ ഒരു കേസ് സ്റ്റഡി പോലെ പലതും ഇങ്ങനെ ഫോൾഡറാക്കി ഇട്ട് വെക്കും. ആ ഇട്ട് വെക്കുന്നതിൽ എനിക്ക് കൂടുതലായിട്ട് ഈ 5ാം ഭാവാധിപൻ 4ൽ പോയി നിൽക്കുമ്പം അതിൽ ഈ പറഞ്ഞ ഒരു റൊമാൻറ്റിക് ഫെയില്യുവർ, ഒരു റിയൽ ലവ് ഫെയില്യുവർ വന്നിട്ട് വലിയ ട്രോമയിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ യോഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ 5ാം ഭാവാധിപൻ 4ൽ നിൽക്കുന്ന റൊമാൻറ്റിക് ലൈഫ് ഉണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും, പക്ഷേ വീടുണ്ടാവും, അമ്മയൊക്കെ എല്ലാം ഉണ്ടാവും, ബലമാണെങ്കിലും അല്ലെങ്കിലും അത് ഉണ്ടാവും, പക്ഷെ ദുഃഖവും ഉണ്ടാവും.
അതാണ് അതിൻ്റെ ചലഞ്ച്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് 5-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുന്നത് നോക്കാം. ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുന്നതാണല്ലോ ഏറ്റവും വലിയ സ്ട്രോങ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുന്നതിന്. ഇപ്പം 5-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുക. 5-ാം ഭാവത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അത് ആംപ്ലിഫൈ ചെയ്യും, അത് അതിനെ വളർത്തും, അത് സെറ്റാക്കും. അതായത് അത് ഗുണമായിട്ട് വരും, ഫ്രൂട്ട്ഫുള്ളായിട്ട് വരും. അത് നല്ല രസമല്ലേ? അപ്പം 5-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുമ്പോൾ 5-ാം ഭാവത്തിന് പറഞ്ഞിട്ടുള്ള ഗുണങ്ങളെല്ലാം കിട്ടും. അതിനിപ്പോൾ മറ്റ് പാപബന്ധങ്ങളൊന്നുമില്ലാതെ 5-ൽ ശുക്രൻ നിൽക്കുക, മറ്റ് പാപബന്ധങ്ങളോ ഒന്നുമില്ലാതെ സ്വന്തം നക്ഷത്രത്തിലൊക്കെ ആയിട്ട് വ്യാഴം നിൽക്കുക. ഇപ്പം വൃശ്ചിക രാശിക്കാർക്ക് 5-ാം ഭാവാധിപൻ ആരായിരിക്കും? വ്യാഴമല്ലേ. അപ്പോൾ അത് അവിടെ പൂരുരുട്ടാതി നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യാഴത്തിന് പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. സന്താന വിഷയത്തിലൊക്കെ ചെറിയൊരു വേദനകൾ വരുവാണെങ്കിൽ പോലും, ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ പോലും അവർക്കെല്ലാം ഉണ്ടാവും. വളരെ നല്ല മനസ്സായിരിക്കും, നല്ലൊരു സോളാണ്. പൂർവ്വജന്മത്തിൽ തന്നെ കുറേ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ഈ ജന്മം അതിനനുസരിച്ചുള്ള ഒരുപാട് ഗുണങ്ങൾ അവർക്കുണ്ടാവും. ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹങ്ങളുണ്ടാവും. നല്ല മനസ്സായിരിക്കും. അതുകൊണ്ട് നല്ല മനസ്സുള്ളവർക്ക് സ്വാഭാവികമായിട്ടും നന്നായിട്ട് പ്രണയിക്കാൻ പറ്റുമല്ലോ. ഇപ്പം നല്ല പ്രണയം ഉണ്ടാവും. പ്ലേഫുൾ റിലേഷൻഷിപ്പ് വിത്ത് കിഡ്സ്, കുഞ്ഞുങ്ങളുമായിട്ട്, ചിൽഡ്രൻസുമായിട്ടൊക്കെ നല്ല റിലേഷൻഷിപ്പായിരിക്കും. നന്നായിട്ട് അവരുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കളിച്ചൊക്കെ നടക്കും. അതുപോലെ തന്നെ റൊമാൻറ്റിക് ലൈഫ് എൻജോയ് ചെയ്യും. അത് ഫണ്ണായിട്ട്, അത് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചാലും അമ്പട ഞാൻ പറയും, അതുകൊണ്ട് നീ കേൾക്കണമില്ല, നീ പറയാൻ ഞാൻ കേൾക്കണം, ഇക്വാലിറ്റി, ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ സ്വസ്ഥമായിട്ട് അതൊരു ആർട്ടിസ്റ്റിക് സ്റ്റൈലിൽ അത് വളരെ രസത്തോടുകൂടി സന്തോഷത്തോടുകൂടി അത് കൊണ്ടുവന്നു. അപ്പോൾ 5-ാം ഭാവാധിപൻ 5-ൽ നിന്ന് കഴിഞ്ഞാൽ ആ ഗുണം ഉണ്ടാവും. ഇനി ഇതിൻ്റെ മോശമായ 5-ാം ഭാവത്തിൽ 5-ാം ഭാവാധിപൻ നിൽക്കുകയും പാപഗ്രഹങ്ങളുടെയൊക്കെ ബന്ധം വരിക, നഷ്ടം തരുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ബന്ധം വരിക. ഈ നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ എന്തും അറിയും. ശുഭന്മാർ അല്ലെ ശുഭഗ്രഹങ്ങൾ സ്വസ്ഥനായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തത്തെ കാണിക്കുന്നതാണ്. പാപഗ്രഹം എന്ന് പറയുന്നത്, പാപഗ്രഹങ്ങളുടെ ബന്ധം വരുന്നത് ആ വിഷയത്തിൽ നിങ്ങളുടെ ദുഷ്കൃതങ്ങളെ, നിങ്ങൾക്ക് തടസ്സം തരാനുള്ള നിങ്ങളുടെ ഡെപ്റ്റുകളെ കാണിക്കുന്നത്. രണ്ടും ഡെപ്റ്റ് തന്നെയാണ്. ഒന്ന് സ്വർണ്ണച്ചങ്ങലയോ ഒന്ന് ഇരുമ്പിയങ്ങലയാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ആണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഇഷ്ടം കംഫോർട്ടായിട്ടിരിക്കാനായതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. 5-ാം ഭാവാധിപൻ 5-ൽ നിന്നിട്ട് പാപബന്ധം വന്നാൽ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായ ആത്മാർത്ഥത, ക്രിയേറ്റീവായിട്ടുള്ള കാര്യത്തോടും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ റൊമാൻറ്റിക് ലൈഫിലുമൊക്കെ ഓവറായിട്ട് ഒരു വേണം, എല്ലാത്തിനും ഒരു അമിതമായ അമൃതം വിഷം എന്നല്ലേ പറയുന്നത്. അപ്പം വേണം, അതിനപ്പുറമായിട്ടുള്ള ഒരു ഓവറായിട്ട് നമ്മുടെ ശരീരവും മനസ്സും സമയവും ഒക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ഓവറായിട്ട് അതിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ വരും. വേണം, കഷ്ടപ്പെടണം. ഇപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യത്തിന് ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരു തലത്തിലേക്ക്, പക്ഷേ കഷ്ടപ്പെട്ട് നമ്മളത് അവസരം നമുക്ക് കിട്ടി അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ആസ്വദിക്കാനും കൂടെ നമുക്ക് പറ്റണം. ചെയ്യുമ്പോഴും ആസ്വദിക്കണം, അതിൻ്റെ റിസൾട്ടും ആസ്വദിക്കണം. ഏത് സാഹചര്യത്തിൽ ആസ്വദിക്കാൻ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പറ്റണം. അപ്പം ഒരു ന്യൂട്രൽ പോയിൻ്റ് ഉണ്ട് ഇതിൻ്റെ. നമ്മുടെ ശരീരവും സാഹചര്യങ്ങളും ടൈമും ഒക്കെ ആയിട്ടുള്ളൊരു ന്യൂട്രൽ പോയിൻ്റ്. ഇതെല്ലാം മറന്ന്, ശരീരവും എല്ലാം മറന്നിട്ട് ഓവറായിട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് എൻ്റെ ഒന്നാമത്തെ ചലഞ്ച്. അതുപോലെ തന്നെ 5-ാം ഭാവം പ്രണയഭാവമാണെന്ന് പറഞ്ഞു, ആന്തരിക ഭാവമാണെന്ന് പറഞ്ഞു, ഉപാസനയുടെ ഭാവമാണ്. 5-ാം ഭാവാധിപൻ ബലവാനാണെന്നുണ്ടെങ്കിൽ ഉപാസന പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. 5-ാം ഭാവാധിപൻ നല്ല ബലത്തിലാണ്, സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഉപാസന ലഭിക്കുകയും ചെയ്യും, നല്ല ഗുരുവിനെയൊക്കെ ലഭിക്കും. പക്ഷേ 5-ാം ഭാവത്തിന് പാപബന്ധം ഉണ്ടെങ്കിൽ ഉപാസന ത്യാഗം ഉണ്ടാക്കും. ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടത് നോക്കാതിട്ടേക്കുന്ന പോലെയാണ് ഉപാസന കിട്ടിയിട്ട് അത് ചെയ്യാതിരിക്കുന്നത്. കുറേശ്ശെയായാലും അത് ചെയ്തോണം. അത് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളും മാറ്റങ്ങളും നമുക്കുണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യണം. അപ്പം ഉപാസന ത്യാഗമാണ് ഇതിനകത്തൊരു ദോഷമായിട്ട് പറയുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു മടുപ്പ് അല്ലെങ്കിൽ പ്ലഷർ, അതായത് പ്രണയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഓവറായിട്ട് പോയി കഴിയുമ്പം മമത്വം അതിലേക്ക് അങ്ങ് വീണ് പോയിട്ട് ലൈഫ് കുറേ നാളത്തേക്ക് മറന്നു പോകും. പിന്നെ അത് ചെന്ന് അവസാനിക്കുന്നത് ഒരു ട്രോമയിലായിരിക്കും. ആ ട്രോമയിൽ നിന്ന് തിരിച്ച് കയറി വരാനെടുക്കുന്ന ഒരു സമയത്തിലൂടെയാണ്
പിന്നീട് ഇവർ ജീവിതത്തിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് ഒക്കെ എത്തുന്നത്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യം. 5-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുമ്പോൾ നല്ല കഴിവുള്ളവരായിരിക്കും, വളരെ ക്രിയേറ്റീവായിട്ടുള്ളവരായിരിക്കും, നല്ല മനസ്സുള്ളവരായിരിക്കും, നല്ല കുറേ കാര്യങ്ങൾ ഇവർക്കുണ്ടാവും, നല്ല കഴിവുള്ള. പക്ഷേ ഇതേപോലെ തന്നെ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളും ആയിരിക്കും. പക്ഷേ അതിന് വേറെ വഴിക്ക് വിട്ടുപോയാൽ, നിങ്ങൾ ഓവറായിട്ട് അതിലേക്ക് അങ്ങ് പെട്ടുപോയാൽ നമുക്ക് ഒരു ലാസ്റ്റ് അത് ദുഃഖമായിട്ട് തന്നെ മാറും. എന്തൊന്ന് അമിതമായി പോയാലും, നമ്മുടെ നാട്ടിലൊക്കെ പറയില്ല, ആറ്റിക്കളഞ്ഞാലും അളന്നേ കളയാവുള്ളത്. അപ്പം അതെന്തിനായാലും, മക്കളോടായാലും, 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് എന്തിനോടായാലും അത് അമിതമായി പോയാൽ അത് ഈ ഒരു പരിധിക്ക് മുകളിലായാലും അത് നിങ്ങളുടെ ന്യൂട്രൽ പോയിൻ്റ് ഏതാണെന്ന് അവരവർ കണ്ടുപിടിക്കണം. അവരവരുടെ നാശത്തിൻ്റെയും വിജയത്തിൻ്റെയും കണക്ക് വെച്ചാണ് അത്. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. 5 കിലോ പൊക്കാൻ പറ്റുന്ന ഒരാളുടെ കഴിവല്ലല്ലോ 10 കിലോ പൊക്കാൻ പറ്റുന്നത്. അപ്പം ഓരോരുത്തരുടെ കഴിവ്, ആ ന്യൂട്രൽ പോയിൻ്റ് അവരവരാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് അമിതമായി പോയാൽ, അവർ തലം വിട്ടുപോയാൽ, നിങ്ങളെ മറന്നു പോയാൽ, അതാണ് അമിതമാകുക എന്ന് പറയുന്നത്. മറന്നു പോയാൽ ലാസ്റ്റ് ദുഃഖത്തിനത് കലാശിക്കും. 5-ാം ഭാവാധിപൻ 5-ൽ നിന്നാലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യം ഇതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞ പോലെ ശക്തമായിട്ടുള്ള ക്രിയേറ്റീവ് കഴിവുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ നല്ല സ്നേഹമുള്ള ആളായിരിക്കും. റൊമാൻറ്റിക് ലൈഫിലൊക്കെ വളരെ നല്ല അതിനുള്ള ഭാഗ്യമുള്ള ആളായിരിക്കും. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഭാഗ്യമുള്ള ആളായിരുന്നു. അതൊരു വലിയ കാര്യമല്ലേ. സ്നേഹിക്കാനും ഭാഗ്യം വേണം, സ്നേഹിക്കപ്പെടാനും ഭാഗ്യം വേണം, അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും ഭാഗ്യം വേണം. അതൊക്കെ ഒരു യോഗം. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ സാധന ചെയ്യാൻ, ഈശ്വരോപാസന ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനവനെ തന്നെ അറിയുക എന്നുള്ള, ഉപസമീപേ എന്നാണ് പറയുന്നത്. ഉപാസന എന്ന് പറയുന്ന വാക്കിന് നമ്മൾ ചേർന്നിരിക്കുക എന്നുള്ള, നമ്മളോടൊപ്പം ചേർന്നിരിക്കാനുള്ള ഭാഗ്യവും നമുക്കുണ്ടാകും. നമ്മൾ നന്നായി സ്നേഹിക്കാനും തുടങ്ങും. സെൽഫ് ലവ് 5-ാം ഭാവാധിപൻ 5-ൽ നിന്നാലുണ്ടാവും, ലഗ്നാധിപൻ 5-ൽ നിന്നാലുണ്ടാവും. അപ്പോൾ എന്താ, നമ്മളെ നന്നായിട്ട് കൂടുതൽ സ്നേഹിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. 5-ാം ഭാവാധിപൻ 5-ൽ നിന്നാൽ ഇറ്റ്സ് ഓൺ ഹൗസ്, അവിടെ സ്വന്തം സ്ഥലത്ത് നിന്നാലുള്ള ഗുണം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. 5-ാം ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ ബലം, അതുപോലെ തന്നെ 5-ാം ഭാവത്തിൻ്റെ ബലം, നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ബലം, ഇതെല്ലാം 5-ാം ഭാവത്തിൻ്റെ ഫലത്തെ, ശുഭഫലത്തെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് 5th ഹൗസ് ലോർഡ് 6th നിന്നാൽ എന്താ ഫലം എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. 5-ാം ഭാവാധിപൻ 6-ൽ, 6 ഒരു ഡെപ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. കർമ്മഫലത്തിൻ്റെ അനുഭവിച്ച് തീർക്കേണ്ട സ്ഥലങ്ങളാണ്. പൂർവജന്മത്തിലെ നമുക്ക് കിട്ടിയ കുറേ ദോഷങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള ദുരിതങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തികളുടെ ഫലമാണ്, ശാപങ്ങളാണ് ശരിക്കും 6-ൽ വരുന്നത്. ശാപതാപങ്ങളാണ് രോഗമായി വരുന്നത്, കടമായി വരുന്നത്. ഡെപ്റ്റാണ്, കടം എന്ന് പറയുന്ന വാക്കിന് ഡെപ്റ്റാണ്. അപ്പോൾ കടമുണ്ട് അവിടെ. നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്ത, നമുക്ക് കിട്ടിയ അവസരത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാതെ ബാക്കിയുള്ളവരെ യൂട്ടിലൈസ് ചെയ്തതിൻ്റെ ഒക്കെ ഒരു അനുഭവം 6-ാം ഭാവമാണ്. അപ്പോൾ ആ 5th ഹൗസ് ലോർഡ് 6th പോയാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ക്രിയേറ്റീവ്, അതേപോലെ തന്നെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പെർസ്യൂട്ട്സുകൾ ഇവർക്കുണ്ടാവും. 6-ലല്ലേ നിൽക്കുന്നത്, 5-ാം ഭാവാധിപനല്ല. അപ്പോൾ അതുണ്ടാവും. അത് ഇവരെ ലീഡ് ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് സർവീസുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഹെൽത്ത്, അതേപോലെ സോഷ്യൽ വർക്കുകൾ. ശരിയായ രാഷ്ട്രീയക്കാർ, സ്ഥാനമോഹികളായിട്ടുള്ള സാഹചര്യങ്ങളെ വളച്ചൊടിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന, വാസ്തവത്തിൽ ഒറിജിനൽ രാഷ്ട്രീയ നിയമങ്ങൾ ഇതൊന്നുമല്ല. കാലം ഇങ്ങനെയാണ്, ആൾക്കാർ കൂടുതൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ രാഷ്ട്രീയമല്ല. ശരിക്കും ഉള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു രാഷ്ട്രീയം. അപ്പം അതിനനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കണമെന്നും മറ്റുള്ളവരോട് ഇടപെടണമെന്നും ജനങ്ങളുടെ പ്രതിനിധി ആവണമെന്നും, സ്ഥാനം മോഹിച്ചിരുന്നില്ല അവർ സപ്പോർട്ട് ചെയ്യും, എനിക്ക് ഇഷ്ടമാണ് അവരുടെ കാര്യങ്ങളിൽ ഇടപെടണം, അവരുടെ കൂടെ നിൽക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അവർ 5-ാം ഭാവാധിപൻ 6-ൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, ഇവർക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടാകും. ജ്യോതിഷന്മാരൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് ആ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇവരുടെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ 5-ാം ഭാവാധിപൻ 6-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രണയം പോലും, ഇവർ പ്രണയിക്കുന്നവർക്ക് കുറച്ച് പ്രശ്നം കാണും. ഇവർ പ്രണയിക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കിയാൽ മതി, ഇവരുടെ 5-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുമ്പോൾ
ഇവരെക്കാളും കൂടുതൽ ഇവരുടെ അടുത്തേക്ക് വരുന്നവർ ഇവർ പ്രശ്നം സോൾവ് ചെയ്യുന്നവരായിരിക്കും. ഇവരുടെ അടുത്ത് വരുന്ന ആളിനൊരു വലിയ പ്രശ്നം ഉണ്ടാവും. അല്ലാതെ രണ്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കത്തില്ല ഇവർക്ക് പ്രണയം ഉണ്ടാകുന്നത്. ഇവർക്ക് പ്രണയം ഉണ്ടാകുന്ന സമയത്ത് ഇവരുടെ അടുത്ത് വരുന്ന ആളിന് ഒരു ഹീലറുടെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഇവർ അവരെ ഹീൽ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ പലപ്പോഴും സങ്കടം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകും. അതായത് 5-ാം ഭാവാധിപൻ 6 നിൽക്കുമ്പോൾ ഇതെല്ലാം സെറ്റായി റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് തേച്ചിട്ടൊക്കെ പോകാമെന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ഇതാവും. എന്നാലും ഇവരത് പഠിക്കില്ല, എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഇവർക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരെ സ്നേഹിക്കാനൊക്കെ ഇത് കുഞ്ഞുങ്ങളിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. കാമുകി അല്ലെ കാമുകൻ ശത്രുവാവുക, കുട്ടികൾ അവർക്ക് വേണ്ടി ഒരുപാട് സർവീസുകൾ ചെയ്തു കൊടുത്തിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടും പക്ഷെ തിരിഞ്ഞ് നിൽക്കേണ്ടി എന്നത് കാണേണ്ടി വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് ചലഞ്ചസ് പറഞ്ഞു. ഇനി ചലഞ്ചസ് തന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറയാം. ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് കഷ്ടപ്പെടേണ്ടിയും വരും ഇവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഒരു സാധാരണ 5-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുന്ന ഒരാളിൻ്റെ കഷ്ടപ്പാടായിരിക്കത്തില്ല 5-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരാളുടെ സപ്പോർട്ട് ഉണ്ടാകും. ഫുൾ എതിരായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റി എപ്പോഴും എതിരായിരിക്കും ഇവരുടെ കഴിവുകൾ. കാരണം 5-ാം ഭാവാധിപൻ 6-ലല്ലേ, അപ്പോൾ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫുള്ള് ശത്രുക്കളായിരിക്കും. മൊത്തത്തിലെ ആ സമൂഹം ഇല്ല, അതിനെ ഫൈറ്റ് ചെയ്ത് കയറി വരാൻ കുറേ സമയമെടുക്കും. അതിനുള്ള കഴിവുകളുണ്ടാകും, പക്ഷെ കുറേ സമയമെടുക്കും. അതുപോലെ തന്നെ 5-ാം ഭാവാധിപൻ 6 നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫ് ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസിനും ഒക്കെ കാരണമാവും. തോന്നിയ പോലെ ഇരിക്കുക, നട്ടപ്പാതിരയ്ക്ക് 5 മണി വരെ ഇരുന്ന് ഫോൺ ചെയ്യുക, എന്നിട്ട് രാവിലെ എണീച്ച് ജോലിക്ക് പോവുക. ഒരു നിഷ്ഠയില്ലായ്മയായിപ്പോൾ 5-ാം ഭാവാധിപൻ 6-ൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി റൊട്ടീനെ അത് ബാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിനെ അത് ബാധിക്കും. മിക്ക ആൾക്കാർക്കും 5-ാം ഭാവാധിപൻ 6-ുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധം കാണാം. അതുകൊണ്ട് ഇപ്പോൾ മിക്ക ആൾക്കാരും രാത്രിയിൽ കുത്തിയിരുന്നൊക്കെ ഫോൺ ചെയ്യുന്നത് കാണാം. അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനത് ധാരാളം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിലും കൂടുതലാണ്. അന്ന് സോഷ്യൽ മീഡിയാസ് ഒന്നും അധികം ഇല്ല, അല്ലെങ്കിൽ ഇന്നത്തെ കൂട്ട് അത്രയും മീഡിയയും ഫോണും ഒന്നും അത്രയും ഇല്ല. 5-ാം ഭാവാധിപൻ 6-ൽ നിന്ന് നമ്മുടെ കോവർക്കേഴ്സുണ്ടല്ലോ, കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. അവരുടെ ഈഗോയും നമ്മളുമായിട്ട് ചേരാതെ വരും. അവർ നിമിത്തമുള്ള പ്രശ്നങ്ങൾ വരാം. അവർ ചിലപ്പോൾ പണി നിന്നിട്ട് എസ്കലേഷനൊക്കെ പോവാം. അങ്ങനെ കുറേ വിഷയങ്ങൾ വരാം. 5th ഹൗസ് ലോർഡ് 6-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് ലൈഫ് പരാജയപ്പെടാം, കുട്ടികളുമായിട്ട് ചേരാതെ വരാം, അല്ലെ കുട്ടികൾക്ക് രോഗം വരാം, അല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ട് ലാസ്റ്റ് കുഞ്ഞുങ്ങൾ ശത്രുവാവുന്ന പോലെ വരാം. കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിക്കേണ്ടി വരിക, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ വരിക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. 5th ഹൗസ് ലോർഡ് 6ൽ നിന്ന് കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഒരു പൂർവ്വജന്മ ശാപമായിട്ടാണ് പറയുന്നത്. പൂർവ്വജന്മത്തിൽ നമ്മൾ 5-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകളിൽ നമ്മളധികം ശ്രദ്ധ ചെലുത്താത്തതിൻ്റെയും അത് ഫുൾഫിൽ ചെയ്യാത്ത അതിനകത്തുനിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഡെപ്റ്റുകൾ, കടങ്ങളാണ് നമ്മൾ തീർക്കേണ്ടതാണ് 6th ഹൗസിൽ വരുന്നത്. അപ്പോൾ 6th ഹൗസിൽ വരുന്നതിന് ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6th ഹൗസിൽ വരുന്നത് പരിഹാരങ്ങൾ ചെയ്താലും ഈശ്വരകാര്യങ്ങൾ ചെയ്താലും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ കുറേ പരിഹാരം ചെയ്യും, കുറേ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അനുഭവിച്ച് അതിൽ കൂടെ അങ്ങ് കയറിപ്പോകും. പക്ഷേ വീണ്ടും 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 ആ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ അത് ചെയ്യരുത്, അത് വിട്ടേക്കണം കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാം. 5th ഹൗസ് ലോർഡ് 7th 7-ാം ഭാവത്തിൽ 5-ാം ഭാവാധിപൻ 7-ൽ നിന്നാനുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. 5-ാം ഭാവാധിപൻ 7-ൽ നിന്ന് 7 എന്താണ്? ലൈംഗികതയാണ്, വിവാഹമാണ്, പാർട്ട്ണറാണ്, പാർട്ട്ണർഷിപ്പാണ്. 5-ാം ഭാവം റൊമാൻസാണ്. ഉള്ളിത്തട്ടിയ പ്രണയങ്ങളൊക്കെ കല്യാണം കഴിക്കാൻ പറ്റും 5-ാം ഭാവാധിപൻ 7-ൽ നിന്ന്. പ്രണയിക്കാനൊരു ഭാഗ്യം വേണം, പ്രണയിച്ച ആളെ തന്നെ വിവാഹം കഴിക്കാൻ വേറൊരു ഭാഗ്യം വേണം. ഇന്നത്തെ കാലത്ത് കല്യാണം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് പേടിയാണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്നായിരിക്കും പറയുന്നത്. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ റിയാലിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പാർട്ട്ണർ ഉണ്ടാവണം. ലോകം മുന്നോട്ട് പോകണമെങ്കിൽ, എപ്പോഴും നമുക്കൊരു ജീവിതം മുന്നോട്ട് പോകണം, ഒരു പ്രതീക്ഷയാണ് എല്ലാവരുടെയും.
നമ്മുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അതിൻ്റെ പരമ്പരകളൊക്കെ അങ്ങനെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അതുപോലെ പാരമ്പര്യം മുന്നോട്ട് പോവുക, നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക, കുറേ സന്തോഷങ്ങളുണ്ടാവും, കുറേ പ്രശ്നങ്ങളും ഉണ്ടാവും. അതിപ്പോൾ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പം അത് മുന്നോട്ട് പോകുമ്പം പ്രണയിക്ക് നാളെ തന്നെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം ഒരുമിച്ച് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം. ഇന്നത്തെ കാലത്ത് ഈ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ലോയലിറ്റി എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് മോശമായ ഒരു കാര്യം പറയുന്ന പോലെയാണ്. ഓരോരുത്തരും ഓരോ ബുക്സും ഒക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയും ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് പോളിഗമിയാണ്, അതുകൊണ്ട് തന്നെ അവർക്കതുകൊണ്ട് എന്ത് കുൽസിത പ്രവർത്തികളും ആവാം എന്ന്, അതുകൊണ്ട് തന്നെ ആ കുൽസിത പ്രവൃത്തിയെ ന്യായീകരിക്കാൻ വേണ്ടി കുറേ ബുക്കുകളും കൊണ്ടുവരും. അങ്ങനെയുള്ളവരും ഉണ്ടാവും. ഹ്യൂമൻ ബ്രെയിൻ അങ്ങനെയും ആവാം. പക്ഷേ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഇവോൾവ്ഡ് ബ്രെയിനാണ്. അവിടെ പോളിഗമി ആയിട്ടുള്ള ആനിമലിൻ്റെ ഇത് മാത്രമല്ല ഉള്ളത്, മോണോഗമി ആയിട്ടുള്ള ആനിമൽസിൻ്റെ കാര്യങ്ങളുമുണ്ട്. ഇവോൾവ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ അല്ലേ, അപ്പോൾ പലതിൻ്റെയും ഒരു സങ്കരമായിട്ട് വരും. അപ്പം ഈ മോണോഗമി ആയിട്ട് ജീവിക്കുന്നവരൊക്കെ അപ്പം മോശമാണെന്നാണ് പറയുന്നത്. കുറച്ച് ലോയലായിട്ടുള്ളവർ, കുറേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളവർ, സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനേക്കാട്ടിലും കൂടുതൽ ക്വാളിറ്റി ഓഫ് ലൈഫിന് പ്രാധാന്യം കൊടുക്കുന്നവർ, സ്നേഹിച്ച പെണ്ണിനെ അല്ല സ്നേഹിച്ച പുരുഷനെ തന്നെ കല്യാണം കഴിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും, ഇവരൊക്കെ മോശമാണെന്നാണ് പറയുന്നത്. അപ്പം അത് ഇപ്പം വിരക്തി എന്നൊക്കെ, ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് ഇവനെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഇവളെ ഒന്നിനും കൊള്ളില്ല. സ്പിരിച്വാലിറ്റി ഈസ് ഈക്വൽ ടു ഇമ്പോർട്ടൻസി എന്നൊന്നുമല്ല. വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആകുക എന്നല്ല. സ്പിരിച്വൽ ആകുമ്പം ഈശ്വരീയ വിഷയങ്ങളിൽ കിടക്കുമ്പം ധർമ്മബോധം ഉണ്ടാവും, ലോയലിറ്റി ഉണ്ടാവും. എല്ലാ ഈശ്വരഭക്തരും നല്ല ആൾക്കാരാണെന്നൊന്നുമല്ല പറയുന്ന, അസുരന്മാരും ഉണ്ട്. പക്ഷേ ദേവതുല്യരായിട്ടുള്ള മനുഷ്യരുണ്ട്. അതെനിക്ക് അനുഭവമുണ്ട്, ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ദേവതുല്യരായിട്ടുള്ള മനുഷ്യരുണ്ട്. അവർ പറഞ്ഞ വാക്കിനോടും അവർ സ്നേഹിക്കുന്നതിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റും ഒക്കെ ഒരാളോട് ശരിക്കും ഈ മോണോഗമിയും പോളിഗമിയും പറയുമ്പോൾ ഒരു വിമർശനമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു വ്യക്തിക്ക് വേറെ തൻ്റെ പാർട്ട്ണറോട് ആത്മാർത്ഥമായി സ്നേഹമുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ, മനുഷ്യനായതുകൊണ്ട് മനുഷ്യന് തിരിച്ചറിവുള്ള ആളാണ്, സ്നേഹമുണ്ടെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് നാച്ചുറലി വരും. അത് ഉറപ്പാണ്. കമ്മിറ്റ്മെൻ്റ് ഇല്ല, അതിങ്ങനെ സംഭവിച്ചു പോകുന്ന, കമ്മിറ്റ്മെൻ്റ് ഒന്നും വേണ്ട, തോന്നിയ പോലെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇൻസെക്യൂരിറ്റി ഉള്ളവരാണ്, ഒരു വ്യക്തിത്വമില്ലാത്തവരാണ്, ക്യാരക്ടർ സീറോ ആയിട്ടുള്ളവരാണ് ആക്ച്വലി ഞാൻ പോളിഗമിയാണ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് പോളിഗമിയാണെന്ന് പറഞ്ഞ് വാദിച്ച് അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ പൊക്കിക്കൊണ്ട് വരാൻ നോക്കുന്നത്. പക്ഷേ ഈ അഞ്ചാം ഭാവാധിപൻ എന്തെങ്കിലും മോശമുണ്ടെങ്കിൽ, അഞ്ചാം ഭാവാധിപൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതില്ലാന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഏഴാം ഭാവത്തിന് കാലങ്ങനായിരിക്കുന്ന ശുക്രന് ബലക്ഷയം ഉണ്ടെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. കാരണം പ്രണയം, അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സാണ്, ആന്തരികമാണ്, ക്രിയേറ്റീവാണ്, ഉള്ളിലാണത്. അത് ഇതിലേക്ക് വരുമ്പോൾ, ഏഴിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയാണ്. വിവാഹ ജീവിതം റിയാലിറ്റിയും, അഞ്ചെന്ന് പറയുന്നത് കുറച്ച് ഉള്ളുകൊണ്ടുള്ള അവസ്ഥയും കൂടെ. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറയുന്നത് അപൂർവം ഒരു ഭാഗ്യമാണ്. അപ്പോൾ അത് അഞ്ചാം ഭാവാധിപൻ ഏഴിൽ നിൽക്കുന്നവർക്ക് അത് ഉണ്ടാവും, അതിലൊരു സംശയമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്. എന്നാൽ ഏഴാം ഭാവാധിപൻ അഞ്ചിൽ തിരിഞ്ഞു പോയാലുണ്ടല്ലോ, പലരും ഡിവോഴ്സ് ആവുന്നത് കണ്ടിട്ടുണ്ട്. പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആവുന്നതും കണ്ടിട്ടുണ്ട്. അതൊരു പഠന വിഷയമായിട്ട് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ കൂട്ടുകച്ചവടം, അതേപോലെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റികളുണ്ടാവും. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് വഴി ഭാര്യ വന്നതിന് ശേഷം ഭാര്യയുടെയും കൂടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഭർത്താവ് വന്നതിന് ശേഷം അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ നല്ലതായിട്ടുണ്ടാവും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ ലോയലിറ്റി, റോയലിറ്റി, അതുപോലെ തന്നെ ധർമ്മബോധം, അവരോടുള്ള സ്നേഹം, ആത്മാർത്ഥത, സത്യം എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ. അത് ആ സ്നേഹത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി, സ്നേഹത്തെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വിവാഹം. കാരണം അവർ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണത് അതിലേക്ക് എത്തുന്നത്, അല്ലേ? അതെനിക്ക് ആ ജീവനാന്തം എൻ്റെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ അത് ഈ മനുഷ്യൻ അല്ലെങ്കിൽ സ്ത്രീ എൻ്റെ കൂടെ ഉണ്ടാവണം, എന്നാലും ഞാൻ പൂർണ്ണമാവത്തുള്ളൂ എന്നുള്ള ആ ഒരു ഉറപ്പാണ്, ആ ഒരു സ്നേഹമാണ്, ആ ഒരു ഇൻറ്റിമസിയാണ് വാസ്തവത്തിൽ അതിലേക്ക് എത്തിക്കുന്നത്.
അപ്പോൾ ഈ 5-ാം ഭാവാധിപൻ 7-ൽ നിൽക്കുകയും അത് ബലവാനാവുകയും മറ്റ് പാപബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ശുക്രൻ മോശമാവാതിരിക്കുകയും 5-ാം ഭാവത്തിൻ്റെ കാരകനായിട്ടുള്ള വ്യാഴം ബലവാനായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല മനുഷ്യരായിരിക്കും, വളരെ നല്ല ആൾക്കാരായിരിക്കും എന്നുള്ളത് ആലോചിച്ചോളുക. ഇനിയിപ്പം അവർ മോണോഗമിയായിട്ട് അവർ വളരെ സത്യസന്ധരായിരിക്കും, വളരെ ഡീസൻ്റ് ആയിരിക്കും, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, വളരെ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇനിയിപ്പം ചലഞ്ചസ് നോക്കാം. ഇനി നേരെ വിപരീതമാണ് ചില 5-ാം ഭാവാധിപൻ 7-ൽ നിൽക്കുകയും പാപഗ്രഹങ്ങളുടെ ബന്ധവും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രണയിച്ചിരുന്ന പോലെ ആയിരിക്കില്ല വിവാഹ ജീവിതം. വിവാഹശേഷം ഭയങ്കര ദുരന്തങ്ങളായിരിക്കും, ഒരുപാട് ഡ്രാമ കളിക്കേണ്ടി വരും, ഒരുപാട് കോൺഫ്ലിക്റ്റുകളുണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, പാർട്ട്ണറുമായിട്ട് ഒട്ടും ചേരാതാവും. ഇവരുടെ പേഴ്സണൽ ക്രിയേറ്റിവിറ്റി, ഇവരുടെ സന്തോഷങ്ങൾക്ക് പാർട്ട്ണറിൻ്റെ സന്തോഷവും തമ്മിൽ ഒരിക്കലും ചേരാതെ വരും. ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, ഒരുപാട് ചലഞ്ചസ് ഇവർ ഫേസ് ചെയ്യേണ്ടി വരും ഇവരുടെ പേഴ്സണൽ ലൈഫിൽ. വിവാഹശേഷമുള്ള ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസവും. ഇങ്ങനെ പറയും, പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിതൊന്നും അറിഞ്ഞില്ല, പക്ഷെ കല്യാണം കഴിച്ച ശേഷമാണ് എനിക്ക് ശരിക്കും അവനെ മനസ്സിലായത്, അല്ലെങ്കിൽ ശരിക്കും എനിക്ക് അയാളെ മനസ്സിലായത്, അല്ലെങ്കിൽ ശരിക്കും അവളെ മനസ്സിലായെന്നൊക്കെ പറയും. ഞാൻ എന്നിട്ട് ഇത്രയും കാലം സഹിക്കുമായിരുന്നു, ഇതെന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പം ഇവിടെ പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ 5-ാം ഭാവാധിപൻ 7-ൽ വരുന്ന സമയത്തും അവരുടെ പാർട്ട്ണർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പാർട്ട്ണറിൻ്റെ ജാതകവും കൂടെ നോക്കണം. അപ്പോൾ ഈ നോക്കുന്ന സമയത്ത് ഒരാളുടെ ജാതകത്തിൽ 5-ാം ഭാവാധിപൻ 7-ലും വേറൊരാളുടെ ജാതകത്തിൽ 5-ാം ഭാവാധിപൻ 6-8-12, 7-ാം ഭാവാധിപൻ 6-8-12 ആകുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഭയങ്കര വ്യത്യാസമായിരിക്കും, രണ്ടുപേരുടെയും ചോയ്സുകൾ വ്യത്യാസമായിരിക്കും. പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കത്തില്ല അവർക്ക്. പക്ഷെ വിവാഹശേഷം വേറെ ലൈനിലേക്ക് പോകും, രണ്ടുപേരും ഒരുമിച്ച് രണ്ട് ഡയമെൻഷനിലായിരിക്കും. ഒരാൾക്ക് പായസമാണ് ഇഷ്ടമെങ്കിൽ ഒരാൾക്ക് ബിരിയാണി ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസം വരും. ഒരാൾക്ക് ഉപ്പാണ് ഇഷ്ടമെങ്കിൽ ഒരാൾക്ക് പുളിയാണ് ഇഷ്ടം. ആലോചിച്ച് നോക്കണം, അത്രയും വ്യത്യാസങ്ങൾ വരുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ ആൾക്കാർ പൊതുവേ പറയാറുണ്ട്, ഈ മാരേജ് മാച്ചിങ് ഒക്കെ വരുമ്പം സാന്ദർഭികവശാൽ ഒരു കാര്യം കൂടെ പറയും, മാരേജ് മാച്ചൊക്കെ നോക്കാൻ പറ്റും. ഞാനിപ്പോൾ അത് നോക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു രീതി, ഒരു ട്രഡീഷണൽ രീതി വെച്ച് ഇവർ ഓൾറെഡി നോക്കിയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഞാൻ നോക്കുന്നത് അങ്ങനെയല്ല. ഞാൻ ഈ ഗ്രഹനിലങ്ങളുടെ ബലം വെച്ചിട്ട് ഇവരുടെ തമ്മിലൊരു ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും എപ്പോഴും ഇവരുടെ ഈ ഗ്രഹങ്ങൾ, ഓരോ ഗ്രഹങ്ങളെ ഓരോ വ്യക്തികളാക്കി എടുത്തിട്ട് ഈ വ്യക്തി ഇന്ന ക്യാരക്ടറുകളല്ലേ ഇവർക്കുണ്ട്, അതുകൊണ്ട് ഇന്ന ഇവർ ഇതിൻ്റെ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആയിരിക്കും, ആ ആളുമായിട്ട് ഇയാൾ ചേരുമോ എന്നൊക്കെയുള്ള എൻ്റേതായ കുറേ രീതികളും അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഞാൻ നോക്കുന്നത്. പലപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യത്തിൽ ഒരു നെഗറ്റീവ് കൂടെ ചേർത്താൽ പോസിറ്റീവ് ആവില്ലെന്ന്. എൻ്റെ അനുഭവത്തിൽ അത് അങ്ങനെയല്ല കേട്ടോ. നെഗറ്റീവ് തന്നെയാണ്, അത് പോസിറ്റീവൊന്നും ആവില്ല. നിങ്ങൾ വേണേൽ പരീക്ഷിച്ച് നോക്കിയോ. ഒരാളുടെ 7-ാം ഭാവത്തിനൊരു കേടുണ്ടെങ്കിൽ, ശനി നിൽക്കുകയാണെങ്കിൽ, പകരം 7-ാം ഭാവത്തിൽ കേതുവോ ചൊവ്വയൊക്കെ ഉള്ള ഒരാളെ വെച്ചാൽ അയാളുടെ ജീവിതം സെറ്റാവും. അത് രണ്ട് നെഗറ്റീവുകൾ ചേരുമ്പോൾ പോസിറ്റീവ് ആയിക്കോളും എന്നുള്ള സിദ്ധാന്തം ഇവിടെ വർക്ക് ചെയ്യില്ല, അത് ചെയ്യില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ വേണേൽ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുഭവയോഗം ആ ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഗ്രഹം ശുഭനാണെങ്കിൽ അത് അവരുടെ അനുഭവയോഗത്തെ സൂചിപ്പിക്കുന്നു. അവിടെ കൊണ്ടുവന്നിട്ട് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിന് ആ ദോഷകർമ്മങ്ങൾക്ക് ഉറപ്പായിട്ടും പരിഹാരമല്ലാതാവുന്നത് അതിനാക്കം കൂട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് നെഗറ്റീവും ചേർന്നാൽ പോസിറ്റീവ് ആവില്ല. ഇവിടെ നെഗറ്റീവും ചേർന്നാൽ വലിയൊരു നെഗറ്റീവായിരിക്കും ഉണ്ടാകുന്നത്. അതും ജ്യോതിഷ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുകയും ചെയ്യാം. ഇത്രയൊക്കെ മതി. 5th ഹൗസ് ലോഡ് 7th നിന്നാലുള്ളത്. ഇനി 5th ഹൗസ് ലോഡ് 8th നിന്നാലുള്ള ഫലം എന്താണെന്ന് നോക്കാം അടുത്ത ക്ലാസ്സിൽ പഠിക്കും.